ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് 8ാമത്തെ ശ്ലോകമാണ്. ഈ ശ്ലോകത്തിൽ ദേവിയുടെ 21ാമത്തെ നാമവും 22ാമത്തെ നാമവുമാണ് പ്രതിപാദിക്കുന്നത്. കദംബ മഞ്ജരി ക്ലുപ്ത കർണപൂര മനോഹര താടങ്കയുകളീഭൂത തപനോടുപമണ്ഡല. കദംബ എന്ന് പറയുന്നത് ഒരു പേരാണ്. മഞ്ജരി ക്ലുപ്ത എന്ന് പറയുന്നത് ഒരു പുഷ്പം. അതായത് കദംബ മഞ്ജരി ക്ലുപ്ത എന്ന് പറയുന്ന വളരെ മനോഹരമായ ഒരു പുഷ്പത്തിന്റെ പേരാണ്. അതുപോലെയാണ് ദേവിയുടെ കർണപൂര മനോഹര. കർണാന ചെവി, കർണപൂര, 2 ചെവികളും മനോഹര, വളരെ ഭംഗിയോടെ ഇരിക്കുന്നത്, അത്ര ഭംഗിയായിട്ടിരിക്കുന്നു. ഒരു കദംബ പുഷ്പത്തെ പോലെ ഇരിക്കുന്നു ദേവിയുടെ 2 ചെവികളും. താടങ്ക യുഗളീഭൂത തപനോടുപമണ്ഡല. താടങ്ക എന്നാൽ ദേവിയുടെ കാതിലിട്ടിരിക്കുന്ന കമ്മൽ. യുഗളിയുന്ന 2 ഭൂത, 2 കാതിലെ 2 കമ്മലുകൾ എങ്ങനെയാണ്? തപനോടുപമണ്ഡല. തപ എന്ന് പറഞ്ഞാൽ സൂര്യൻ, തപനോട് ഉപമണ്ഡല എന്നാൽ ചന്ദ്രൻ. അപ്പോൾ 2 ചെവികളിലെ ആ കമ്മലുകൾ എതിനോട് നമ്മൾ ഉപമിച്ചിരിക്കുന്നു? ഒരു സൂര്യൻ ഇരിക്കുന്നത് പോലെയും ഒരു ചന്ദ്രൻ അവിടെ ഇരിക്കുന്നത് പോലെയും അത്ര മനോഹരമായിരിക്കുന്നു, തിളക്കമായിരിക്കുന്നു, വളരെ പ്രകാശമായിരിക്കുന്നു. കദംബ മഞ്ജരി ക്ലുപ്ത കർണപൂര മനോഹര താടങ്കയുകളീഭൂത തപനോടുപമണ്ഡല. താങ്ക് യു.